മറ്റേ പൂരത്തിന് കാളവേലയ്ക്ക് നമ്മുടെ ഇവിടുത്തെ വേലയ്ക്ക് കൊണ്ടുപോയി ഏത് ഇത് മാത്രമായിട്ട് കൊണ്ടുപോയി അത് ഏതെങ്കിലും കാളുടെ കൂടെ മറ്റു പേരില്ലേ കേസനക്കാര് അവരുടെ ഇത് എന്താ പറയാ കാള് അതിൽ കാളി ഇറക്കുക ചോദിച്ചു. അപ്പൊ ഞാൻ ഇറക്കാൻ വെച്ചു. ഞാൻ ഇറക്കണം വിചാരിച്ചതൊന്നുമല്ല. അപ്പൊ എന്താ പറയാ ചെക്കന്മാര് വെച്ചു അത് എന്റെ കുട്ടികളല്ലേ നമുക്ക് ഇറക്കിയാലോ അപ്പൊ തെറ്റാവില്ലേ എന്താ അവരുടെ കാളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വെച്ചു. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോയതാ ചേട്ടാ കാള കാള. അപ്പോഴത്തേക്ക് അപ്പൊ പണിയൊന്നും കഴിഞ്ഞാവില്ല. അപ്പൊ അപ്പോഴത്തേക്ക് ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി ചെയ്ത് മൊത്തം ലൈറ്റൊക്കെ മേടിച്ച് വെച്ച് വെക്കണമെങ്കിൽ. അപ്പൊ മൊത്തം ലൈറ്റൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തെർമോക്കോള് മറ്റേ സ്ക്വയറായിട്ട് എന്താ പറയുക എടുത്തു. എന്നിട്ട് അതിൽ എന്താ വരച്ചിട്ട് ഷേപ്പായി കട്ട് ചെയ്തിട്ട് സാൻഡ് പേപ്പർ ചോദിച്ചിട്ട് പല ഷേപ്പാക്കി. എന്നിട്ട് അതിൽ എന്താ പറയുക പ്ലാസ്റ്റർ പേഴ്സ് ഇല്ലേ പ്ലാസ്റ്റർ പേഴ്സ് ഇട്ട് എന്നിട്ട് എന്താ പറയുക പ്ലാസ്റ്റർ പേഴ്സ് ഇട്ടിട്ട് ഈ സാധനമൊക്കെ വെച്ചു. എന്നിട്ട് എന്താ പറയുക അതിൻ്റെ മുകളിൽ സിമെൻറ്റിന് വെച്ചു. എന്നിട്ട് പ്രൈമർ പിന്നെ നമ്മൾ വെച്ചു. എന്നിട്ട് പെയിൻറ്റ് ചെയ്തു. ഇത് എവിടെ അക്രൈലിക്കൊന്നും ഇല്ല, ഫാബ്രിക്കൊന്നും ഇല്ലല്ലോ. മറ്റേ എന്താ പറയുക ഗിൽട്ടർ ഷീറ്റ് വേണം. ഫുള്ള് ഗിൽട്ടർ ഷീറ്റാണ്. എടാ ഈ സാധനമൊക്കെ ഓരോ പീസല്ലല്ലോ, മൊത്തത്തിൽ ഇങ്ങനെ കട്ടി കൊടുത്തല്ലോ. അത് അതിങ്ങനെ വേറെ പീസ് അത് സെറ്റ് ചെയ്യുമ്പോൾ അറിയോ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ടൈം. ആദ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ തല ഉണ്ടാക്കിയില്ല. തല പിന്നെ ലാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. ഫസ്റ്റ് ആദ്യം ഇതാണ് ഉണ്ടാക്കിയത്. ആദ്യം ഓർഡറിലുണ്ടാക്കി ഞാൻ സെറ്റാക്കി വെച്ചു. പിന്നെ എന്താ പറയുക പൊടിഞ്ഞ് വെച്ചിട്ട് പിന്നെ പണിയൊന്നും തുടങ്ങിയില്ല. പിന്നെ പതുക്കെ തുടങ്ങിയത്. എന്നിട്ട് കഴിഞ്ഞെല്ലാം മറ്റേ പൈസ ടൈമിലൊക്കെ ആയിരുന്നു ചെയ്യാറുണ്ടൊക്കെ. വീട്ടുകാരെന്താ സപ്പോർട്ട് ചെയ്യാം. അതൊക്കെ കുറേ ഇതൊക്കെ പറഞ്ഞായിരുന്നു. പണ്ട് മുതലേ ചെയ്യണ്ടായിരുന്നു. എന്താ പറയുക ആളുണ്ടാക്കാറുണ്ട്. അല്ല അപ്പോൾ ഇത് മാറ്റുമ്പോൾ ഞാൻ അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് മാറ്റണമെന്നല്ലേ പറഞ്ഞാൽ കുറച്ച്. അത് മാറ്റും. അത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിൽ കൂടെ പീസ് ഇട്ടിരിക്കും. എന്നിട്ട് എന്താ പറയുക ഇത് ഒഴിവാക്കുന്നില്ല. പിന്നെ മുകളിൽ കൂടെ ഇതില്ലേ അതുമാതിരി എന്താ പറയുക അത് ഈ ഒറ്റ ഒന്നും ഉണ്ടാവില്ല. ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടാവില്ല. പിന്നെ കിട്ടിയില്ല അതാണ്. അവിടെ പിന്നെ അതൊക്കെ എക്സ്ട്രാ ഒട്ടിച്ചടില്ല ഈ സാധനം. അതൊക്കെ എക്സ്ട്രാ ഒട്ടിച്ച ഈ വൈറ്റ് ഷീറ്റ് മാത്രം കിട്ടാനില്ല. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് ഗിൽട്ടർ ഷീറ്റ്. അപ്പോൾ ഇതിൽ വൈറ്റ് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ കണക്ട് ചെയ്യുക. റെഡ് എല്ലാം റെഡിലേക്ക്. പിന്നെ ബ്ലൂ ഉണ്ട്. ബ്ലൂ ടൈപ്പ് ഉണ്ട്. ബ്ലൂ എല്ലാം ബ്ലൂക്ക് ബ്ലൂ ടൈപ്പില്ല അത് മൂന്ന് വരാണ്. അത് ചെയ്തത് ഫുള്ള് ഗിൽട്ടർ ഷീറ്റിൽ ചെയ്യാനാണ് കഴിയുന്നത്. ഇത് താഴ്ത്താനോ ഇതിപ്പോ ഉടലിക്ക് ഇത് കണക്ട് ചെയ്യണത് ഈ ഓട്ട കറക്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കണതാണ് അല്ലേ? ഓ പീസ് പീസാക്കിയുള്ള ഭാഗം ഇത് മൊത്തം ഒരു പീസ് ആർച്ച് മൊത്തം ഈ ഇവിടെ മുതൽ ഇങ്ങനെ കാണില്ലേ ഇത് ഒറ്റൊരു പീസ്. അതുപോലെ തന്നെ പടി ഇതിങ്ങനെ ഒറ്റൊരു പീസ്. ഓക്കെ ഓക്കെ ശരിക്കൊരു കാണാന് എങ്ങനെയാണോ കട്ട് ചെയ്ത് വെക്കുന്നത് അതേപോലെ. ഇത് എവിടെ എടുത്തേക്ക് പെട്ടിയൊക്കെ ഉണ്ടോ? വരുമ്പോൾ എൻ്റെ മൈൻഡിൽ
ഇത് പ്ലൈവുഡിൻ്റെ ഒറ്റ സാധനമല്ലേ? അതായത് ഈ സാധനം ഒക്കെ കണക്ട് ചെയ്യുന്നത് ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? റെക്ടാങ്കിളായിട്ട് ചെയ്ത് കട്ടിങ്